ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ഫിഷ് പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മീഡിയം സൈസുള്ള ആവോലി ഫിഷാണ് എടുത്തിരിക്കുന്നത്, വൈറ്റ് ആവോലി. ഇതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ അളവിൽ നമുക്ക് എടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണോളം വിനീഗർ കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും മിക്സ് ചെയ്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. നിങ്ങൾക്ക് അന്ന് തന്നെ ഫ്രൈ ചെയ്യേണ്ടതാണെങ്കിൽ ഒരു 1-2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച് ഫ്രൈ ചെയ്യാം. ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. പാൻ ചൂടാക്കി അതിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്യുന്നത്. ഓരോ സൈഡും 10 മിനിറ്റ് വീതം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ആയി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് വയ്ക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, 3-4 വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ്ഡ് സബോള, 2 ചെറിയ തക്കാളി, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു അളവ് നമുക്ക് ഈ 2 ഫിഷിനെയും ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള അളവാണ് ഞാനിപ്പോൾ പറയുന്നത്. നിങ്ങൾക്കിതിൽ കൂടുതൽ മസാല, നമ്മൾ പൊളിച്ചതിൽ നിങ്ങൾക്ക് കുറേയും കൂടി മസാല വേണമെന്നുണ്ടെങ്കിൽ ഒനിയൻ്റെയും തക്കാളിയുടെയും എണ്ണം കൂട്ടിയെടുക്കാം. പാൻ ചൂടാക്കി അതിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അരിഞ്ഞു വെച്ച സബോള, കുറച്ച് വേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണിൽ താഴെ മുളക് പൊടിയാണ്. കളറിന് വേണ്ടി ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. തക്കാളി നന്നായി കുക്കായി വരണം. തക്കാളി കുക്കായി വരുമ്പോൾ നമുക്കതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിലോട്ട് എപ്പോഴും നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. തിളച്ച ചൂടോടുകൂടി തന്നെ ഒഴിക്കണമെന്നില്ല, തിളച്ച ആറിയ വെള്ളം ആയാലും പ്രശ്നമില്ല, പക്ഷേ തിളപ്പിച്ച വെള്ളമായിരിക്കണം. മസാലയിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു വാഴയില എടുത്ത് അതിലോട്ട് ആദ്യം കുറച്ച് മസാല തേക്കാം. അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കാം. അതിൻ്റെ മീതെ കുറച്ചുകൂടി മസാല തേച്ച് നമുക്ക് ഇതിനെ ഒന്ന് കവർ ചെയ്ത് എടുക്കാം. ഒരു നൂല് വെച്ച് നമുക്കിതിനെ ഒന്ന് കെട്ടി കൂടെ വയ്ക്കാം. എന്നിട്ട് പാൻ ചൂടാക്കി അതിലോട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് കെട്ടി വെച്ചിരിക്കുന്ന ആ ഫിഷിനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു പാത്രം വെച്ചതൊന്ന് അമർന്നിരിക്കുന്ന രീതിയിലൊന്ന് അടച്ചു വെച്ചിട്ട് ഓരോ സൈഡും ഒരു 5 മിനിറ്റ് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. ആവോലി ഫിഷ് അല്ലെങ്കിൽ കരിമീൻ, അയില, അങ്ങനെ ഏത് ഫിഷ് വെച്ച് നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.